അർജുൻ, ഇപ്പോൾ അന്വേഷണത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? രണ്ടുപേർക്കെതിരെ കൂടി കേസെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആൺ സുഹൃത്ത് ഇന്നിപ്പോൾ പിണറായി സ്റ്റേഷനിൽ ഹാജരായിരുന്നു. പോലീസിന് ഇയാളിൽ നിന്ന് മൊഴിയെടുത്തതിൽ എന്തെങ്കിലും നിർണായകമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? മാത്രമല്ല, ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന കാര്യങ്ങൾ അത് ശരിവെക്കുന്നത് തന്നെയാണോ ഇയാളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളും? ഈ കേസ് അന്വേഷണം ഏത് ഘട്ടത്തിലാണിപ്പോൾ? വിനീത, അതായത് ഇന്ന് രാവിലെ ഈ ആൺ സുഹൃത്ത് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകുന്നത് വരെ പോലീസിന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായി ഉണ്ടായിരുന്നത് എന്താണ്? അതായത് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ ഒരു സംഘം 3 ബൈക്കുകളിലായി എത്തുന്നു. അതിനുശേഷം ഇവരെ വിളിച്ചിറക്കുന്നു. അതിനുശേഷം നടന്ന സംഭവങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത ഉണ്ടാവേണ്ടിയിരുന്നു. ആ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളും മൊഴികളും ഒക്കെ പോലീസ് രേഖപ്പെടുത്തിയെങ്കിൽ കൂടി പ്രധാനമായും എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു മറുഭാഗം എന്ന് പറയാൻ വേണ്ടി കഴിയുന്നത് ആൺ സുഹൃത്തിന് മാത്രമാണ്. അപ്പോൾ ആൺ സുഹൃത്ത് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഇന്ന് രാവിലെ രാവിലെ വരെ പോലീസിന് മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. എന്നാൽ ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി പിണറായി സ്റ്റേഷനിൽ ഈ ആൺ സുഹൃത്ത് ഹാജരാകുകയും ഇത് സംബന്ധിച്ചിട്ടുള്ള വളരെ വിശദമായ അല്ലെങ്കിൽ ദീർഘനേരം എടുത്തുകൊണ്ട് തന്നെയാണ് ഈ മൊഴി രേഖപ്പെടുത്തിയത്. ആ മൊഴിയിൽ പറയുന്നത് 2 പേർ, അതായത് ഞാനും ഈ ആത്മഹത്യ ചെയ്ത യുവതിയും തമ്മിൽ പരസ്പരം സംസാരിക്കുന്നതിനിടയിൽ കാറിൽ നിന്നും വലിച്ചിറക്കുകയും ഒരു സംഘം തന്നെ അവിടെ നിന്നും വലിച്ചിറക്കി കൊണ്ടുപോയി തൊട്ടടുത്ത പറമ്പിൽ ഭീകരമായ രീതിയിൽ മർദ്ദിച്ചു. അതിനുശേഷമാണ് ഈ STPI ഓഫീസിൽ ഉൾപ്പെടെ കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഒരു പരസ്യ വിചാരണയ്ക്ക് വിധേയമാക്കുകയും ചെയ്തത്. തൻ്റെ കൈവശമുണ്ടായിരുന്ന 3 മൊബൈൽ ഫോണുകളും ഒരു ടാബും കൈക്കലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മൊബൈലിലുള്ള ചിത്രങ്ങൾ അത് പരസ്യപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മൊഴി നൽകി. അതായത് നേരത്തെ ഈ ആൾക്കൂട്ട വിചാരണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഒരു ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി നേരത്തെ റസീനയുടെ ആത്മഹത്യാ കുറിപ്പിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്നും പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഈ ആൺ സുഹൃത്ത് നൽകിയിട്ടുള്ള മൊഴി. അതായത് ഒരാൾക്കൂട്ട വിചാരണ നടന്നു എന്ന് തന്നെയാണ് ഈ പോലീസ് ഏറ്റവും അവസാനം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ കുടുംബം ഉൾപ്പെടെ അതല്ല തൻ്റെ മകളുടെ മരണത്തിന് കാരണം മറിച്ച് ചില സംഭവങ്ങളാണ്. അതായത് ഈ പറയുന്ന ആൺ സുഹൃത്ത് പറ്റിച്ചതാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. എന്താണ് കുടുംബത്തിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് എന്നതുകൂടി നമുക്കറിയണം. AK അഭിലാഷ് ഉണ്ട്. അഭിലാഷ്, ഇക്കാര്യത്തിൽ ഈ ആൺ സുഹൃത്ത് ഈ യുവതിയെ ചൂഷണം ചെയ്തു എന്ന നിലയിലാണല്ലോ കുടുംബം നിലപാടെടുത്തിരിക്കുന്നത്. നമ്മൾ അവരുടെ മാതാപിതാക്കളുടെ പ്രതികരണമൊക്കെ തന്നെയും കേട്ടതാണ്. ഇപ്പോൾ ഈ ആൺ സുഹൃത്തിന്റെ പരാതിയിലാണ് കേസ് പുതുതായി എടുത്തിരിക്കുന്നതും അതിലിപ്പോൾ 2 പേർക്കെതിരെ കൂടി കേസെടുത്തിരിക്കുന്നതും. കുടുംബത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും കുടുംബം സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തന്നെയാണ് SDPIയും പറയുന്നത്. കാരണം കുടുംബം പറയുന്നത് ഈ ആൺ സുഹൃത്തിൻ്റെ ബുദ്ധിമുട്ട് ഭീഷണി കൊണ്ടാണ് റസീന മരിച്ചത് എന്നുള്ള കാര്യമാണ്. അത് അവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. പക്ഷേ പോലീസ് അടക്കം ഈ കാര്യങ്ങൾ നിഷേധിക്കുകയാണ്. കാരണം ആൾക്കൂട്ട മർദ്ദനം അടക്കം ഉണ്ടായിട്ടുണ്ട്, ആക്രമണം അടക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് പറയുന്നത്. ഇത് തന്നെയാണ് SDPIക്കാരും പറയുന്നത്. കാരണം തങ്ങൾ ഏതെങ്കിലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല, അവരുടെ ബന്ധുക്കൾ മാത്രമായിരുന്നു ഇടപെട്ടത്. അവർ SDPI പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഒരു സ്ഥലം വേണം, ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നൊരു സ്ഥലം വേണം. അതിനുവേണ്ടി SDPI ഓഫീസ് വിട്ടു നൽകി എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാൻ SDPI ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം അവർ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇതൊക്കെ വലിയ തരത്തിൽ വിവാദങ്ങളാവുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നത്. കാരണം 5 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി വേണം ഇതിനെ കാണാൻ എന്നുള്ളതാണ്. കാരണം റസീന കഴിഞ്ഞ ഞായറാഴ്ച ഇവർ തമ്മിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ആ ഘട്ടത്തിലാണ് ഈ സുഹൃത്തുക്കൾ ഇടപെടുകയും ഇവരെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. പിന്നീടാണ് SDPI ഓഫീസിലേക്ക് എത്തിച്ച് അവിടെ ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ആത്മഹത്യ ഉണ്ടായത് എന്ന് തന്നെയാണ് അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. ഇക്കാര്യങ്ങൾ തന്നെയാണ് പോലീസിന്റെ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നത്. പക്ഷേ SDPI ഇക്കാര്യത്തിൽ തങ്ങളെ ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അവർ സ്വയം പ്രതിരോധം തീർക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തും ഉണ്ടാവുന്നത്. വിനീത.